നന്ദി ബിന്ദുരാജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1497 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. IFPHന്റെ 1500-ാം ദിനാഘോഷങ്ങളുടെ 4ാം ദിവസമായ ഇന്ന് നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ VS വിജയൻ സാറാണ്. MSc ജന്തുശാസ്ത്രം PhD, ഗാഡ്ഗിൽ കമ്മിറ്റി അംഗം, മുൻ ചെയർമാൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, ഇപ്പോൾ സലീം അലി സെന്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന സ്വയംഭരണ സ്ഥാപനം കേരള സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. ഇന്ന് ഏകാരോഗ്യം എന്ന വിഷയത്തില് ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ VS വിജയൻ സാറിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സംസാരിക്കുന്നതിന് മുമ്പ് ഇത്തരം ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ, അതായത് എല്ലാം ഡോക്ടേഴ്സാണ്, ആ ഡോക്ടേഴ്സിന്റെ മുമ്പിൽ സംസാരിക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. എന്തായാലും എന്നെ ക്ഷണിച്ചതിൻ്റെ പേരിൽ ഞാൻ വന്നു. അപ്പോൾ ഏക ആരോഗ്യം, വൺ ഹെൽത്ത് എന്നതിനെ കുറിച്ചിട്ടാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞു. പ്രകൃതിയുമായിട്ടുള്ള ഒരു ലിങ്ക്, ആ വൺ ഹെൽത്ത് എന്നുള്ളതിൽ പ്രകൃതിയുടെ സ്ഥാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോ മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ട്, അതായത് ഒറിജിൻ ഒരു 3 lakhs years ആയിട്ടുണ്ട്. അപ്പോ പ്രകൃതിയുടെ ഒറിജിൻ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ മുമ്പ് ഒരു 50 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് പ്രകൃതി ഉണ്ടായത്. അപ്പോ ഈശ്വര വിശ്വാസികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്രകൃതിയെ സൃഷ്ടിച്ചു, അതിനുശേഷം മനുഷ്യരെ സൃഷ്ടിച്ചു, ഇല്ലേ? ഇനിയിപ്പോ എവല്യൂഷണറി സയന്റിസ്റ്റ് ആണ് ഇരിക്കുന്നത്. സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കണക്കനുസരിച്ചിട്ട് ആദ്യം കാടുകളും പ്രകൃതിയുമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ടായത്. പിന്നെയാണ് അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പോഴത്തെ ഹ്യൂമൻ ബീങ്സ് വന്നത്. അപ്പോ ആ ഒരു റിലേഷൻ അവിടെ ഉണ്ട്. അതില് എങ്ങനെ നോക്കിയാലും മനുഷ്യൻ പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്
യാതൊരു സംശയവുമില്ല. പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനില്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഇനി അതിന് ഞാൻ ഏറ്റവും നല്ല ഒരു ഉദാഹരണം പറയുന്നത് ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം, ആവറേജ് ഹൈറ്റ് ഉള്ള ഒരു മരം ഒരു വർഷം 1,375 ലിറ്റർ ഓക്സിജനാണ് ഉണ്ടാക്കുന്നത്. ഒരു വർഷത്തിൽ ഒരു മരം ആവറേജ് 1,375 ലിറ്റർ ഓക്സിജൻ ഉണ്ടാക്കുന്നു. ഈ ഓക്സിജന്റെ വില എത്രയാണെന്ന് നോക്കുമ്പോഴാണ് അത് 23,72,50,000 ആണെന്നിട്ടാണ്. 23,72,50,000. ഇനി ഒരു മനുഷ്യൻ ഒരു ദിവസം എത്ര ഓക്സിജൻ വലിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സിന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു മനുഷ്യന് 550 ലിറ്റർ ഓക്സിജനാണ് വേണ്ടത്. നിങ്ങൾ പലർക്കും അറിയാവുന്ന ഒരു സംഗതി ആയിരിക്കും, നിങ്ങൾ ഡോക്ടേഴ്സ് ആയതുകൊണ്ട്. ഇനി അതില് പ്രാധാന്യമുള്ളത് ഈ 550 ലിറ്റർ ഓക്സിജൻ ഒരു ദിവസം നമ്മൾ വലിക്കുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ, അതിന്റെ ചെലവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 ലക്ഷം രൂപയാണ്. 13 ലക്ഷം രൂപയുടെ ഓക്സിജനാണ് നമ്മൾ ഓരോ ദിവസവും വലിക്കുന്നത്. നമ്മൾ സാധാരണക്കാരല്ല. നമ്മള് അദാണിയായാലും അംബാണിയായാലും പാവപ്പെട്ടവനായാലും വിജയനായാലും ഇവിടെ ഇരിക്കുന്ന ആരായാലും നമ്മളൊരു ദിവസം ശ്വസിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന വായുവിന്റെ വില 13 ലക്ഷം കണക്ക്. ഈ കണക്കൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ, ഞാൻ ടോക്കൺ ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായി, പക്ഷെ ഇപ്പൊ നോക്കി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വെബ്സൈറ്റിലുണ്ട്. ഇനി ഇത് ഞാൻ ഒരു മരത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇതിലേക്ക് പോകാം. ഒരു ഇക്കോസിസ്റ്റം എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും അല്ലേ? അതായത് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയും ബയോഡൈവേഴ്സിറ്റിയും വെള്ളവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ആ ഇക്കോസിസ്റ്റം അത് നമ്മുടെ ജീവിതത്തെ നിലനിർത്താൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സംഗതി ഇക്കോസിസ്റ്റമാണ്. അപ്പോൾ ഈ ഇക്കോസിസ്റ്റത്തിന് തന്നെ അതിന്റെ വാല്യൂ ഇപ്പോൾ ഒരു ഇക്കോസിസ്റ്റം, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈസ്റ്റ് കൽക്കട്ടയിലെ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ കാര്യം പറയും. അതൊരു വെറ്റ്ലാൻഡ്സ് ആണ്. ആ വെറ്റ്ലാൻഡ്സിന്റെ മൊത്തം സൈസ് അവര് പഠിച്ച സ്ഥലം 12,500 ഹെക്ടറാണ്. ഈ 12,500 ഹെക്ടറിൽ നിന്ന് ഒരു വർഷം 11 ടൺ മത്സ്യത്തെ അവർക്ക് കിട്ടുന്നുണ്ട്. 11 ടൺ. കൂടാതെ 50,000 ടൺ പച്ചക്കറി അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ 50,000 പേർക്ക് ജോലിയും കൊടുക്കുന്നുണ്ട് അവിടെ. ഇതെല്ലാം കൂടാണ്ട് ഈ വെറ്റ്ലാൻഡ്
വെള്ളത്തിന് ശുദ്ധീകരിക്കുന്നു. ഇതൊക്കെയാണ് ഒരു വെറ്റ്ലാൻഡ് ഉണ്ടാകുന്ന പ്രധാന ഗുണങ്ങൾ. ഇനി ഞാൻ ഇക്കോ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. ഇക്കോ സിസ്റ്റത്തിന് ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഒരു ഇക്കോ സിസ്റ്റം നമുക്ക് തരുന്ന വാല്യൂസ് ഒരുപാടുണ്ട്. അതിൽ പ്രധാനമായി 24 ഉള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഇക്കോ സിസ്റ്റം അത് നമ്മുടെ ക്ലൈമറ്റ് റെഗുലേറ്റ് ചെയ്യുന്നു, അതുപോലെ വാട്ടർ റെഗുലേഷൻ നടത്തുന്നു, ഇറോഷൻ കൺട്രോൾ ചെയ്യുന്നു, ന്യൂട്രിയൻ സൈക്ലിംഗ് ചെയ്യുന്നു, കാർബൺ സ്റ്റോറേജ് ചെയ്യുന്നു, റിക്രിയേഷൻ, പിന്നെ പോളിനേഷൻ, ജനറ്റിക് റിസോഴ്സസ്, ഡിസ്റ്റർബൻസ് റെഗുലേഷൻസ്. ഇപ്പോൾ സൈക്ലോണ്, സുനാമി ഒക്കെ വരുമ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നു. സോയിൽ ഫോർമേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സോയിൽ ഫോർമേഷൻ. പിന്നെ വാട്ടർ സപ്ലൈ, വേസ്റ്റ് ട്രീറ്റ്മെന്റ്, ഫുഡ് പ്രൊഡക്ഷൻ, റോ മെറ്റീരിയൽ ആൻഡ് ബയോളജിക്കൽ സർവീസസ്. ഇത് 15 ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 24 ഉണ്ട്. 15 പ്രധാനപ്പെട്ടതാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കട്ടെ, എനിക്കതിന് കുഴപ്പമില്ല. കാരണം അല്ലെങ്കിൽ ഞാനിതൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ചാറ്റ് ബോക്സിൽ കൂടെ മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ. ചാറ്റ് ബോക്സിൽ കൂടെ എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ശരി. ചാറ്റ് ബോക്സിൽ കൂടെ സംശയം ഇടാൻ പറ്റും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. റൈറ്റ്. ഇതില് ഞാനിപ്പോ 15 ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അതൊന്നുകൂടെ ഒന്ന് പറയാമോ? ആദ്യം മുതല് ക്ലൈമറ്റ് റെഗുലേഷൻ പറയാം. സെക്കൻഡ്. Climate regulation, water regulation, erosion control, nutrient cycling, carbon storage, recreation, pollination, genetic resources, disturbance regulation, soil formation, water supply, waste treatment, food production, raw material, and millions of biological material. ഇനിയും ഉണ്ട്. ഞാൻ 15 നിർത്തുന്നു. 26 മൊത്തം ഉള്ളത്. ഇനി ഇതില് പോളിനേഷനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്ന് പറയേണ്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ പച്ചക്കറികളിൽ ഒരു 30% പോളിനേഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ്. പോളിനേഷൻ അപ്പൊ അതില് 5 Bs എന്ന് പറഞ്ഞിട്ട്, ബി എന്ന് പറഞ്ഞാൽ ഇപ്പോ ബട്ടർഫ്ലൈസിന്റെ ബി, ബീസിന്റെ ബി, ബീറ്റിൽസിന്റെ ബി, ബേർഡ്സിന്റെ ബി ആൻഡ് ബാറ്റ്സിന്റെ ബി. അതിനാണ് 5 Bs എന്ന് പറയുന്നത്. ഈ 5 Bs 30% of the food crops,
പോളിനേറ്റ് ചെയ്യുന്നത് ഈ 5 bees ആണ്. 5 bees. 90% of the wild plants are also pollinated by this 5 bees. അപ്പോൾ 5 bees ക്ലിയർ ആയോ? ഇനി ഇക്കോസിസ്റ്റം സർവീസ് വാല്യൂസിലേക്ക് പോകാം. ഇപ്പൊ ഞാൻ ഒരു മരത്തിന്റെ പറഞ്ഞു, അത് കഴിഞ്ഞ് പോളിനേഷന്റെ പറഞ്ഞു, ഇനി ഇക്കോസിസ്റ്റം സർവീസ് വാല്യൂസിലേക്ക് പോകാം. ഇപ്പോ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിന്റെ വാല്യൂ പറയുകയാണെങ്കിൽ, അതായത് ഓരോ ഇക്കോസിസ്റ്റത്തിനും ഓരോ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിന് അതിന്റെ വാല്യൂ ഇറ്റ് വേരീസ് ഫ്രോം 99 to 55 lakh per hectare ആണ്. അപ്പോ അതിന്റെ ആവറേജ് എടുക്കുമ്പോൾ 32.71 ലക്ഷം ആയിട്ട് വരും ഒരു ഇയർ, ഒരു പെർ ഹെക്ടർ പെർ ഇയർ. മനസ്സിലായോ? ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിന്റെ ആവറേജ് വാല്യൂ is 32.71 lakhs per hectare per year. വെറ്റ്ലാൻഡ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇത് 93.92 lakhs per hectare per year ആണ്. മനസ്സിലായോ? അപ്പോ ടോട്ടൽ ഇക്കോസിസ്റ്റം സർവീസ് വാല്യൂസ്, ഇന്ത്യയിലെ എല്ലാ ഇക്കോസിസ്റ്റത്തിന്റെ സർവീസ് വാല്യൂ എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 203.6 ലക്ഷം കോടിയാണ്. ഒരു വർഷം നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 203.6 ലക്ഷം കോടിയാണ്. ആനുവൽ ബഡ്ജറ്റ് ഇതാണ്. ആനുവൽ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ ഇൻകം ഏതാണ്ട് 32.07 ലക്ഷമാണ്. 32.07 ലക്ഷമാണ് 24-25 ബഡ്ജറ്റില് നമ്മുടെ സെൻട്രൽ ഫൈനാൻസ് മിനിസ്റ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ecosystem service values are 6 times more than the income from the annual budget. ആനുവൽ ബഡ്ജറ്റിനേക്കാൾ 6 മടങ്ങ് കൂടുതലാണ് നമ്മുടെ ഇക്കോസിസ്റ്റം സർവീസ് വാല്യൂസ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഈ വിലമതിക്കാൻ കഴിയുന്ന കാര്യങ്ങളുടെ വിലയാണ് പറയുന്നത്. അപ്പോ എല്ലാത്തിനും വിലയിടാൻ പറ്റില്ലല്ലോ. ഇപ്പോ നമ്മള് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ആ ഭംഗി കണ്ടിട്ട് വിൽ ബി ഹാപ്പി. എല്ലാവരും ഹൗ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു പോകും അല്ലേ? പക്ഷെ ആ പറയുന്ന ഹൗ ബ്യൂട്ടിഫുൾ എന്ന് പറയില്ലേ, എത്ര ഭംഗിയായിരിക്കും പറയും. ആ ഭംഗിയായിരിക്കണം എത്ര കിലോ ഭംഗി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് നമുക്ക് വിലയിടാൻ പറ്റില്ല. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുമ്പോൾ അല്ലെങ്കിൽ കുറേ താമര പൂ വിടർന്ന് നിൽക്കുമ്പോൾ, ഇപ്പോഴത്തെ താമര അല്ല കേട്ടോ, പൊളിറ്റിക്കൽ താമര അല്ല പറഞ്ഞത്, ശരിക്കുള്ള താമര വിടർന്ന് നിൽക്കുമ്പോൾ അത് കാണാനൊരു ഭംഗിയുണ്ടാവും അല്ലേ? അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടും. അപ്പൊ എത്ര സുഖം കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എത്ര കിലോ സുഖം കിട്ടിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് വെള്ളച്ചാട്ടത്തിന്റെ കാര്യം പറഞ്ഞാലും വേറെ എന്തിന്റെ കാര്യം പറഞ്ഞാലും ഒരു നല്ലൊരു വേഴാമ്പൽ പറന്നു പോണ കാണുമ്പോൾ ദാറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോഴും
നമ്മൾ ചിലപ്പോൾ ആ ഹുവ എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ഇത് ഞാൻ ഒരു കൊച്ചുകുട്ടിയെ കൈപിടിച്ച് നടത്തുന്ന പ്രായമുള്ള ഒരു കുട്ടീനെ കൊണ്ട് അതിരപ്പള്ളിയിൽ വെള്ളച്ചാട്ടം കാണാൻ പോയപ്പോഴാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞത് ആ വാ എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ അത് എത്ര കിലോ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആ സന്തോഷം എത്ര കിലോ എന്ന് പറയാൻ പറ്റില്ല. അതാണ് അടുത്ത് ഒരു പ്രശ്നം. അപ്പൊ വിലമതിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇക്കോസിസ്റ്റത്തിലുണ്ട്. അതാണ് പ്രസാദ് മാഷ് പറഞ്ഞത്. പ്രസാദ് മാഷ് നിങ്ങൾ എല്ലാവരും കേട്ടോ? മാഷ് പറഞ്ഞത്, മാഷ് ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു. അവസാനം പറഞ്ഞത് ഇങ്ങനെ ചോദിച്ച്, വിജയ് ഇതിനെങ്ങനെ വിലയിടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഭംഗിക്ക് എങ്ങനെ വിലയിടും ചോദിച്ചു. ഭംഗിക്ക് വിലയിടാൻ പറ്റില്ല. അപ്പോ സാറ് പറയണത് ഇക്കോസിസ്റ്റത്തിന് വിലയിടുന്നത് ശരിയല്ല, ഇക്കോസിസ്റ്റം ഈസ് ഇൻവാല്യുബിൾ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ എല്ലാത്തിനും നമ്മൾ വിലയിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇത് ഇപ്പൊ പറയുമ്പോ തോന്നും ഇതെല്ലാം പ്രകൃതിയാണ്, പ്രകൃതിയെ സംരക്ഷിച്ചാൽ ഒരു ഹെൽത്തി മാൻ എന്ന ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അത് ശരിയല്ല. നേച്ചർ, പ്രകൃതി മാത്രം പോരാ, നമുക്ക് ബാക്കി മറ്റ് പല കാര്യങ്ങളും വേണം. ഒന്ന്, വി നീഡ് ഫുഡ്, ഭക്ഷണം വേണമല്ലോ. ഭക്ഷണം വേണമെങ്കിൽ കൃഷി വേണം, കൃഷി വേണമെങ്കിൽ കൃഷി സ്ഥലം വേണം, കൃഷി ഇറക്കണം. അപ്പോ അത് വിഷമില്ലാതെ കൃഷി ചെയ്യണം, ഇല്ലേ? അപ്പോ നാച്ചുറൽ ഫാമിംഗ് നടത്തണം. അപ്പോൾ അതെല്ലാം ആവശ്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അനിമൽസ് വേണം. അതുപോലെ തന്നെ അനിമൽസ് എന്ന് പറയുമ്പോൾ പശു, ആട്, കോഴി, താറാവ് ഇതെല്ലാം വേണം. നമ്മുടെ ആ സിസ്റ്റത്തില് ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നിലനിൽക്കാൻ കഴിയൂ. അപ്പോൾ വാട്ട് വി സജസ്റ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇപ്പോ അനിമൽസ് മാത്രം പോരാ, അതുപോലെ തന്നെ നമുക്ക് പാടം, കൃഷി ചെയ്യാനുള്ള പാടം മാത്രം പോരാ, അവിടെ കൃഷി ചെയ്യണം, അത് ഓർഗാനിക്കായിട്ട് ചെയ്യണം. അങ്ങനെ പല സംഗതികളുണ്ട്. വിഷം ഇല്ലാതെ നമ്മൾ കൃഷി ചെയ്യണം. അപ്പോൾ അതിനാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിക് ഫാമിങ്ങിനായിട്ട് കേരളത്തിൽ നമുക്കൊരു ഓർഗാനിക് ഫാമിംഗ് പോളിസി ഉണ്ട്. അത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അത് കാര്യമായിട്ട് നടപ്പാക്കുന്നില്ല. അപ്പൊ അത് നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മന്ത്രിയായാലും അതിന് താല്പര്യം കാണിച്ചിട്ടുണ്ട്, ചീഫ് മിനിസ്റ്റർക്ക് വളരെ താല്പര്യമുണ്ട്. പക്ഷെ കാര്യങ്ങൾ അങ്ങോട്ട് നടക്കുന്നില്ല. അതാണ് സുഖം. അത് നടക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ ലോബിയുടെ ആ ഒരു ഇതുകൊണ്ടാണ്, ഫോഴ്സ് കൊണ്ടാണ്. ഈ കെമിക്കൽ ഫാമിങ്ങിന്റെ അവരുടെ ഒരു ഫോഴ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പോ അത് ഉള്ളിടത്തോളം കാലം ഓർഗാനിക് ഫാമിംഗ് പോളിസി സക്സസ് ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോ രാസകൃഷി നടത്തുമ്പോൾ കൊടുക്കുന്ന ഒരു സബ്സിഡി ഉണ്ട്. ആ സബ്സിഡി നിങ്ങൾ ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്ന കൃഷിക്കാർക്ക് കൊടുക്കാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം അധികം ചെലവ് വരുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരികയും ചെയ്യും.
അപ്പൊ ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് അനിമൽസിനെ വളർത്തണം എന്ന് പറഞ്ഞു. അതായത് പശു, ആട്, കോഴി ഇതെല്ലാം വേണം. ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ടുവരണം. എന്നാലാണ് നമുക്ക് ആ ഹെൽത്തി മാൻ എന്നുള്ള കൺസെപ്റ്റിനെ വിജയിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പൊ പ്രശ്നം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതിന് ശേഷം, അതായത് 1750 ശേഷം തിങ്സ് ഹാവ് ചേഞ്ച് ഇല്ലേ? അപ്പോ മോണോപ്പൊളി വരാൻ തുടങ്ങി. എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അപ്പോൾ 1750 ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നത്. 1860 കാൾ മാർക്സ് പറഞ്ഞിരിക്കുന്നത് ദിസ് വിൽ ലീഡ് ടു ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ്, അതായത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഈ പരിഭ്രാന്തി, അത് നമ്മുടെ സിസ്റ്റത്തിനെ ആകെ മാറ്റി മറിക്കും. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ പ്രശ്നങ്ങൾ, ഇപ്പൊ ഈ നാട്ടിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. വെള്ളത്തിന്റെ ആയാലും വായുവിന്റെ ആയാലും എല്ലാത്തിനും ഇത് പൊല്യൂഷൻ വന്നു കഴിഞ്ഞു. എല്ലാത്തിനും പൊല്യൂഷൻ ഉണ്ട്. ഇത് അന്ന് പ്രെഡിക്റ്റ് ചെയ്താണ് ഇതിങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പൊ നമ്മൾ പറയുന്നത് വികസനം വേണ്ട അല്ലെങ്കിൽ ഡെവലപ്മെന്റ് വേണ്ട എന്ന് പറയുന്നില്ല. ഡെവലപ്മെന്റ് വേണം, വികസനം വേണം. പക്ഷെ ആ വികസനം പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ ആയിരിക്കണം. പ്രകൃതിക്ക് എതിരായിട്ടുള്ള ഒരു വികസനം എന്ന് വെച്ചാൽ മനുഷ്യനെതിരായിട്ടുള്ള ഒരു വികസനം, കുറച്ച് പേരുടെ വികസനം, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിയിട്ട് അവരുടെ എല്ലാവരുടെയും വികസനമാണ് നമുക്ക് ആവശ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട്, ആ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കണം? അതായത് എല്ലാവരുടെയും വികസനത്തിന് വേണ്ടിയിട്ടുള്ള വികസനം, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി കണക്കാക്കാൻ പോകുന്നത്. അപ്പൊ ഇതില് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഗതിയാണ് ശുദ്ധവായു. ആർക്കും അതിന് എതിർപ്പുണ്ടാവില്ല. അതുപോലെ ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ മണ്ണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശുദ്ധമായ മണ്ണാണ്, വിത്തൗട്ട് കണ്ടാമിനേഷൻ. പിന്നെ ജീവിക്കാൻ ഒരു വീട് വേണം, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി വേണം, ബേസിക് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് വേണം, ക്ലീൻ സറൗണ്ടിങ്സ് വേണം, ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, സോഷ്യൽ സെക്യൂരിറ്റി, എനർജി സെക്യൂരിറ്റി. അതാണ് ഇപ്പോഴത്തെ എനർജി സെക്യൂരിറ്റി. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ആവശ്യം എനർജി സെക്യൂരിറ്റി തന്നെയാണ്, ഇല്ലേ? ഇലക്ട്രിസിറ്റിയുടെ ചാർജ് ഇങ്ങനെ ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാധാരണക്കാരന് അത് താങ്ങാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു സെക്യൂരിറ്റി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടാതെ ഫാമിലി കണ്ടന്റ്.
കുടുംബത്തിന്റെ ഒരു സംതൃപ്തി. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് തൃശ്ശൂരിനടുത്ത് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തില് ഒരു സ്റ്റഡി നടത്തുന്നുണ്ട്. അപ്പൊ ആ സ്റ്റഡി തുടങ്ങിയപ്പോൾ ഒരു സർവേ നടത്തി. സർവേ നടത്തിയപ്പോൾ ഒരു വീട്ടില് ഒരു സ്ത്രീ പറഞ്ഞത് അവരുടെ ഭർത്താവ് ദുബായിലോ എവിടെയാണ്. അപ്പോൾ എല്ലാ മാസവും 1.5 ലക്ഷം രൂപ ശമ്പളം വരുന്നുണ്ട്. പക്ഷെ വീട്ടില് ഒരു സമാധാനമില്ല. ഇത് സർവേ റിപ്പോർട്ടിൽ ഞങ്ങൾ കണ്ടാണ്. അപ്പൊ അതൊന്ന് അറിയണമെന്ന് ചോദിച്ചിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ, ധനം മാത്രമല്ല കുടുംബത്തിന്റെ സ്വൈര്യവും സമാധാനവും തരുന്നത്, പണമല്ല, മറ്റ് പല കാര്യങ്ങളും. അവര് പറഞ്ഞത്, സാറിന് എൻ്റെ ഭർത്താവ് ഇപ്പോൾ ദുബായിലാണ്. എൻ്റെ ഭർത്താവിന് തൃശ്ശൂരില് ഒരു 50,000 രൂപയ്ക്ക് ഒരു ജോലി വാങ്ങിക്കൊടുക്കണമെങ്കിൽ അതായിരിക്കും ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളത്. മനസ്സിലായോ? അപ്പോ ആ കുടുംബം സന്തോഷമാവണമെങ്കിൽ പണം മാത്രം പോരാ, മറ്റു പല കാര്യങ്ങളും. ഇവിടെ അവര് പറഞ്ഞത്, അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മായിയമ്മക്ക് വരായിരിക്കും നമ്മുടെ നാട്ടിൽ സാധാരണ ഉള്ളൊരു സംഭവമല്ലോ, അങ്ങനെ വല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. അപ്പൊ അവര് പറയുന്നത്, ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ കുടുംബത്ത് കുറെ കൂടെ സമാധാനം ഉണ്ടാവും. അപ്പൊ അതിനാണ് ഞങ്ങൾ ഫാമിലി കണ്ടന്റ്. അപ്പൊ അങ്ങനെ ഈ 13 കാര്യങ്ങൾ ആണ് ഒരു കുടുംബത്തിന് ആവശ്യം. ഇതാണ് ഞങ്ങള് ഈ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തില് 10 വർഷമായിട്ട് പഠിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സംഗതിയാണ് ഇത്. ഇതിലിപ്പോ ഇത് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലേ ചെയ്തിട്ടുള്ളൂ. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഇതുപോലെ ചെയ്യണമെന്നുണ്ട്. അതായത് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും എങ്ങനെ നമുക്ക് പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയോട് ഒരുമിച്ച് നിന്ന് വിഷം ഉപയോഗിക്കാതെ, അതായത് പെസ്റ്റിസൈഡ് ഉപയോഗിക്കേണ്ട എങ്ങനെ ചെയ്യാം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്, സുസ്ഥിര വികസന പഠന കേന്ദ്രം എന്നൊരു കേന്ദ്രം ഞങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വികസനം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ. അപ്പോ ഇതില് പൊതുവെ ഗവൺമെന്റ് താല്പര്യമുണ്ട്. മിക്കവാറും ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇത് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതൊക്കെയാണ് ആവശ്യം. ഇനി ഇത് കൂടാണ്ടാണ് മെഡിസിൻ. എല്ലാവർക്കും നിങ്ങൾക്ക് പ്രത്യേകം അറിയാവുന്നതാണ്, മരുന്ന് എല്ലാവർക്കും ആവശ്യമാണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ അതും ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആയിരിക്കും നല്ലത്. ഇപ്പോ ആയുർവേദം ഇന്ത്യയില് ഏറ്റവും പഴക്കമുള്ള ഒരു സമ്പ്രദായമാണ് ആയുർവേദം, ഇല്ലേ? 5000-ൽ കൂടുതൽ വർഷങ്ങളായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹോമിയോ 200 വർഷത്തോളം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അലോപ്പതി. അത് രണ്ടും ഹോണിമാന്റെ വർക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് 3ഉം കൂടി ചേർത്തിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്.
പ്രധാനമായിട്ട് ഹോമിയോ തന്നെയാണ്. പക്ഷെ അലോപ്പതി കഴിക്കും ചില കാര്യങ്ങൾക്ക്, ആയുർവേദം കഴിക്കും ചില കാര്യങ്ങൾ. അപ്പോ ഒന്നിനെ മാറ്റി നിർത്തി മറ്റതാണ് നല്ലത് എന്ന് പറയുന്നത് ശരിയല്ല. ഇത് മൂന്നും ഉപയോഗിക്കണം ആവശ്യമനുസരിച്ചിട്ട്. അതില് ഏറ്റവും നല്ലത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഹോമിയോ തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം അതിന് ഇതുവരെ ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല, അറിഞ്ഞോളാം. എന്തല്ല എൻ്റെ അനുഭവത്തിൽ സൈഡ് ഇഫക്റ്റ് ഇല്ല. അത് നമുക്ക് തുടരാവുന്നതാണ്. എന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളത് അവഗണിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, അവഗണിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് തന്ന സമയം ഏതാണ്ട് ആയിട്ടുണ്ട് അല്ലേ? ഇല്ല സാറേ, ഇനി ഡിസ്കസ് 10:08 ആയിട്ടുള്ളൂ. സാറിനൊരു 10:30 വരെയാണ് നമുക്കുള്ളത്. 10 മിനിറ്റ് ഡിസ്കഷന് വേണം. സാറിനൊരു 10 മിനിറ്റ് കൂടെ പറയാം. 10 മിനിറ്റ് കൂടെ പറയാം. അപ്പോ ഇത് ഇപ്പൊ ഞാൻ ഈ ഹോമിയോയുടെ കാര്യമൊക്കെ പറഞ്ഞത് നിങ്ങൾക്കറിയാവുന്ന ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, ഇല്ല. അത് ഞാൻ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ പറയാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ രാസവളങ്ങളുടെ പ്രയോഗമാണ്. രാസവളങ്ങളും രാസ കീടനാശിനികളും അതിനെ എങ്ങനെ മാറ്റി നിർത്താമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഞങ്ങള് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ മോഡൽ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇതൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്നാലും ചിലർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓർഗാനിക് ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിലപാടിൽ വെച്ചാണ് നമ്മുടെ സ്റ്റേറ്റില് ഇവിടെയാണ് ഇന്ത്യയില് ആകെ ഒരു സ്റ്റേറ്റില് ഒരു ക്ലിയർ ആയിട്ടുള്ള ഓർഗാനിക് ഫാമിംഗ് പോളിസി ഉള്ളത് കേരളത്തിലാണ്. അത് ഞാൻ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ചെയർമാനായിരുന്ന കാലത്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ അന്നത്തെ കൃഷി മന്ത്രിക്ക് അതില് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. കൂടാതെ മുഖ്യമന്ത്രി അന്ന് VS ആയിരുന്നു. VSന്റെ കാലത്ത് VSന് ഇതിനകത്ത് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോളിസി കൊണ്ടുവരാൻ സാധിച്ചത്. ആ പോളിസി അന്ന് അത് പാസ്സാക്കി, ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തു ഒക്കെ ഉണ്ടായി. പക്ഷെ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പോളിസി ഉണ്ടാക്കി അത് അപ്രൂവലായി, പക്ഷെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായില്ല. ഡിക്ലെയർ ചെയ്യാതെ ഇത് കയ്യിൽ വെച്ചിരിക്കുകയാണ്. അപ്പോ അതിന്റെ കാര്യം ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത് പിടിച്ചു വെച്ചിരിക്കുന്ന അന്നത്തെ ഇതിന്റെ കൃഷിയുടെ ഡയറക്ടറല്ല, അതിന്റെ മുകളിലുണ്ട്. അങ്ങേരാണ് പിടിച്ചു വെച്ചിരുന്നത്. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ഗവൺമെന്റിലുണ്ട്, സർവീസിലില്ലെങ്കിലും അല്ല കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഇതിനെ പറയാതെ തടുത്തു നിർത്തിയത്. ഓർഗാനിക് ഫാമിംഗ് പോളിസി കൊണ്ടുവരുന്നതിന് അദ്ദേഹം എതിരായിരുന്നു. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞില്ല. പറയാണ്ട് തന്നെ അത് വരുന്നതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നു. അവസാനം അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് നേരിട്ട് കൺഫ്രണ്ടേഷൻ വന്നതും പിന്നീട് അത് മുഖ്യമന്ത്രിയുടെ ചുവട്ടിലെത്തുകയും അവസാനം അത് പാസ്സാക്കി വരികയൊക്കെ ചെയ്തത്. അപ്പൊ ഓരോ സ്റ്റേജിലും ഈ ഓർഗാനിക് ഫാമിംഗ് പോളിസിയിലും ഓർഗാനിക് കൃഷിയിലും എല്ലാം പ്രശ്നമുണ്ട്. കാരണം തൽപര കക്ഷികൾക്ക്
ഇതിൽ താല്പര്യമില്ല. അത് തന്നെ കാരണം. അതായത് 3 4 അംബാനിമാർക്കോ അല്ലെങ്കിൽ മറ്റാരാണ് അതുപോലെയുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വികസനമാണോ എന്ന് തോന്നിപ്പോകും നമ്മളിത് നോക്കുമ്പോൾ. അപ്പോൾ അവർക്കെതിരായിട്ട് അംബാനിയും അദാനിയും ഒക്കെ അവർക്കെതിരായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് പിടിച്ചു നിൽക്കാനായിട്ട് സാധാരണക്കാർക്ക് പറ്റണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് പോളിസി വരാൻ സമയമെടുത്ത് ഇപ്പം അത് വന്നു. ഇപ്പോഴത്തെ കൃഷിമന്ത്രിക്ക് ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷെ കാര്യമായിട്ട് എന്നിട്ടും പ്രായോഗികമായിട്ട് വരുന്നില്ല. അത് എന്താണെന്ന് മനസ്സിലാവുള്ള അതിന്റെ കാരണം നമുക്കറിയാവുന്നതാണ്. റെസിസ്റ്റൻസ് ഫ്രം ദ പവർ. അത് ഗവൺമെന്റ് ലെവലിലല്ല അതിൻ്റെ ഇത് വരുന്നത്. ബാക്കിയുള്ള ഈ അദാനി അംബാനി ഗ്രൂപ്പുകളൊക്കെ ഇതിന് എതിരായിട്ട് നിൽക്കുന്നു. അതിനെതിരായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇത് വരാനുള്ള താമസം. പിന്നെ അതുപോലെ എന്റെ ടൈമായോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി, അൺമ്യൂട്ട് ചെയ്യാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. സാർ പറഞ്ഞോളൂ. പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. നമുക്കൊരു ഇൻഡസ്ട്രിയൽ പോളിസി വേണം, അല്ലേ? ആ പോളിസിയും നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കാര്യങ്ങളും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പോളിസി ആയിരിക്കണം. നമ്മൾ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു പോളിസി ഉണ്ടാക്കരുത്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഏറ്റവും പ്രാധാന്യമുള്ളത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനാണ്. ആ ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതും നോക്കേണ്ടത് ആവശ്യമാണ്. അതും ഒരു പോളിസി അന്ന് ഞാൻ ബയോഡൈവേഴ്സിറ്റി ബോർഡ് ചെയർമാനായിരുന്ന കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയോ പോയി, അതൊന്നും ആയില്ല. അതൊക്കെ ആകാത്തതിന്റെ കാരണം ഈ എതിർപ്പുകൾ മൂലമാണ്, കുറച്ച് ആളുകളുടെ എതിർപ്പ് മൂലമാണ് ഇവ പ്രശ്നങ്ങൾ വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. എന്നിട്ട് അതിനെതിരായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് നല്ല വായു വേണം, നല്ല വെള്ളം വേണം, നല്ല മണ്ണ് വേണം, ഭക്ഷണം വേണം. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസി ഓൾസോ ഷുഡ് be developed with the view that biodiversity also should be conserved. അത് ഒരുമിച്ച് കൊണ്ടുപോകണം. ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഗ്രോത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പോകും. നമുക്കിത് എല്ലാം വേണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് ആ ഹെൽത്തി മാൻ എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് വരാൻ പറ്റും. ഏകാരോഗ്യം എന്നാണല്ലോ പറഞ്ഞത്. ആ ഹെൽത്തി മാൻ എന്നുള്ള ഇതിൽ കൺസെപ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടി എടുത്താലേ സാധിക്കും. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. നന്ദി സാറേ. ഇനി ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, എന്തെങ്കിലും ചോദിക്കാനോ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ജയലളിത ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഓക്കെ വിജയൻ സർ, എന്തായാലും സാറിന്റെ സെഷൻ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സാർ തുടക്കം മുതലേ പറഞ്ഞു തന്നത് ഹോമിയോപ്പതിയെ കുറിച്ച് മാത്രമല്ല, നല്ലൊരു അറിവാണ് കിട്ടിയത്. കാരണം നമ്മൾ എത്ര ഓക്സിജൻ യൂസ് ചെയ്യുന്നു, അതെത്രമാത്രം വില കൊടുക്കണമെന്നും അതെങ്ങനെ ഉണ്ടാകുന്നൊന്നും ഒന്നാമത്തെ കാര്യം അത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ അതിനുശേഷം പിന്നെ
കൃഷിയിൽ വരുന്ന ഒരു ഓർഗാനിക് കൃഷി ഉണ്ടാക്കാൻ എന്തെല്ലാം തടസ്സങ്ങൾ വരുന്നു, എന്തെല്ലാമാണ് അതിന്റെ ഗുണങ്ങൾ എന്നെല്ലാം പറഞ്ഞു. അതിനുശേഷം ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു ഹെൽത്തി സിസ്റ്റം എന്നും പറഞ്ഞിരുന്നു. എല്ലാം നല്ല നല്ല അറിവുള്ള കാര്യങ്ങളാണ്. ഒത്തിരി നന്ദിയുണ്ട് സർ. അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായം, നമ്മൾ ഈ കൃഷിയെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഈ കെമിക്കൽ ഒക്കെ ആയിട്ടുള്ള ഒരു വളമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് നമ്മളുടെ മണ്ണിരയാണ്. മണ്ണിര നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം കിട്ടുന്ന ഒരു സംഗതിയും കൂടിയാണ്. അവരും കൂടി ഉണ്ടെങ്കിലല്ലേ ഈ കൃഷി ഒന്നും കൂടി ഓർഗാനിക് ആയിട്ട് പോരുള്ളൂ. നമ്മൾ കൂടുതൽ ഈ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ ഈ മണ്ണിരൊക്കെ ചത്തുപോകില്ലേ. അപ്പൊ നമ്മൾക്ക് ആ ഒരു ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ അവിടെ കുറയാണ് ചെയ്യണത്. അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. അതും എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്തായാലും സാർ ഇത്ര നേരം പറഞ്ഞതെല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഒത്തിരി അറിവ് കിട്ടിയതാണ്. ഒരുപാട് നന്ദിയുണ്ട് സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നന്ദി ജയലളിത ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ, അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. നമുക്ക് സമയം അധികം ഇല്ല, 10 മിനിറ്റേ ഉള്ളൂ. എത്രയും വേഗം തന്നെ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. സാറ്, നമ്മൾ ഇതെല്ലാം പറയുമെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഭക്ഷണവും കിട്ടുന്നില്ല. ഒരു ഭക്ഷണവും നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നത് കിട്ടുന്നില്ല. മത്സ്യമാണേലും അത് തന്നെ. ഇതെല്ലാം പറയുന്നെങ്കിലും നമ്മൾ അനുഭവത്തിൽ ഇതൊന്നും നമുക്ക് സാധിക്കുന്നില്ലല്ലോ സാറ്. അല്ല, അനുഭവത്തിൽ അത് സാധിക്കാത്തത് ഈ കാര്യങ്ങളില് ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ അതിന് ഞാൻ മുഴുവൻ ഗവൺമെന്റിനെ കുറ്റം പറയില്ല. കാരണം ഇത് മുഴുവൻ ഇന്റർ ഡിസിപ്ലിനറി ആണ് ഒന്ന്. രണ്ട്, ഇത് പല ഡിപ്പാർട്ട്മെന്റും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോ മത്സ്യത്തിനെ കുറിച്ചാണെങ്കിൽ ഞങ്ങള് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് കംപ്ലീറ്റ് ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് ഒരു മത്സ്യ കൃഷി നയം ഉണ്ടാക്കി. അത് ഞാൻ എൻ്റെ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ അതില് നമ്മള് ഒരു വിധത്തിലുള്ള വിഷങ്ങളെ കുറിച്ച് പറയുന്നത്, നമ്മള് കുളങ്ങൾ, എവിടെയൊക്കെ കുളമുണ്ടോ അവിടെയൊക്കെ മത്സ്യത്തിനെ വളർത്തുന്നതാണ്. എവിടെയൊക്കെ കുളങ്ങളുണ്ടോ അവിടെയൊക്കെ മത്സ്യത്തിനെ വളർത്തുന്നത്. അതില് ഒരു വിധത്തിലുള്ള രാസവളങ്ങളും കീടനാശിനികളും എത്താതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കൃഷിക്കാർക്ക്, സാധാരണക്കാർക്ക് ഒരുപാട് വരുമാനമുണ്ടോ. ഒരുപാട് വന്ന കോടിക്കണക്കിന് രൂപയുടെ ഗുണമാണ് അവർക്ക് കിട്ടുന്നത്. ഈ നിസ്സാര സംഗതിയല്ല കുളങ്ങൾ എന്ന് പറയാൻ നമ്മുടെ നാട്ടില് ഒരുപാട് കുളങ്ങളുണ്ട്. ആ കുളങ്ങള് ഒരു ഇക്കണോമിക് റിസോഴ്സാണ്. ആ റിസോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതാണ് നമ്മുടെ ഒരു കുഴപ്പം. അത് തന്നെയാണ്. ഇപ്പൊ എല്ലാത്തിലും നമ്മൾ ഗവൺമെന്റിനെ കുറ്റം പറയാൻ പോയാൽ ഒരു കാര്യം നടക്കുന്നുണ്ടാവില്ല. ഇത് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മള് ഈ ആറന്മുള എയർപോർട്ട് വരാൻ പോയി, അത് നമ്മൾ എതിർത്തു, കാര്യമായിട്ട് എതിർത്തു. കാരണം അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന നാശങ്ങളെ കുറിച്ച് സ്റ്റഡി ചെയ്ത് ഡോക്യുമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളോട് എതിര് പറയാൻ പറ്റില്ല. ആ രീതിയിലാക്കിയിരുന്നു. അപ്പോ ഞാൻ പറയുന്നത്, ഗവൺമെന്റ് പറയുന്നത് എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഗവൺമെന്റിന്റെ പോളിസികൾക്ക് നമ്മൾ എല്ലാം കൈവെക്കണമെന്നില്ല, ഇല്ലേ? പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു പോളിസിക്കും ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല എന്നുള്ളതാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ സാറിനോട് ചോദിക്കാൻ? സംശയമില്ല. കാരണം അല്ല, ഞാൻ അൺമ്യൂട്ട് ചെയ്യട്ടെ. സലിംകുമാർ ഡോക്ടറെ, സലിംകുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത്.
സാറിന്റെ സ്വദേശം വെള്ളാങ്കല്ലൂരാണോ? അതെ, വെള്ളാങ്കല്ലൂരാണോ സാറിന്റെ സ്വദേശം? അല്ല, ഞാൻ തൃശ്ശൂരാണ്. വെള്ളാങ്കല്ലൂര് എൻ്റെ ഒരു പഠന കേന്ദ്രമുണ്ട്. ഞങ്ങളവിടെ വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് മൊത്തമായിട്ട് ഏതാണ്ട് ദത്തെടുത്തമാരിയാണ്. അവിടെ ഞങ്ങള് ഈ ഓർഗാനിക് ഫാമിങ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്യണം. അത് മലപ്പുറം ഫൗണ്ടേഷന്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൂടിയാണ് ചെയ്യുന്നത് അവിടെ. അപ്പൊ അവിടെ കീടനാശിനി എന്തുവാ ഉപയോഗിക്കുന്നത്? കീടനാശിനികള് വളരെ കുറച്ച് ആളുകളെ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പം കംപ്ലീറ്റ് ഉപയോഗിക്കാൻ പാടില്ലാതെ പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കുറച്ച് പേര് ചെയ്യും. നമ്മളെ എല്ലാവരും 100% നമുക്ക് സക്സസ് പറ്റില്ല. ഒരു ഈ ഞങ്ങളുടെ ഈ പദ്ധതി കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായിരിക്കുന്നത് ഒരു 80% വീടുകളിലും ഇപ്പൊ പച്ചക്കറി സ്വന്തമായിട്ട് വളർത്തുന്നുണ്ട്. അത് മുഴുവൻ കീടനാശിനികളില്ലാതെ. അത് എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ബാക്കി 20% അത് പോട്ടെ, 80% ആളുകളുടെ വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കാൻ വിഷം ഉപയോഗിക്കാണ്ട്. അതൊരു ഭയങ്കര കാര്യം. അതാണ് ഏറ്റവും നല്ല കാര്യം. ഓരോ വീട്ടിലും ഒന്ന് പച്ചക്കറി വളർത്തുക, അതാണ് ഏറ്റവും നല്ലത്. പണ്ട് ആയുർവേദ പ്രകാരമാണെന്ന് തോന്നുന്നു ഒരു ജൈവ കീടനാശിനി ഉണ്ടല്ലോ. പുകയിലയും വേപ്പെണ്ണയും സൺലൈറ്റ് സോപ്പ് പൊടിയും കൂടെ ഇട്ട് തിളപ്പിച്ച ഒരു കീടനാശിനി. അത് ഞാൻ കുമാരകത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു പ്രൊജക്റ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ജൈവ കീടനാശിനി ഉണ്ടാക്കി. നമുക്ക് അരിയൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കാം. ഹരിഹരൻ സാറ്. ഹരിഹരൻ സാർ കേൾക്കാമോ? നമസ്കാരം സാർ. കേൾക്കാം. നമസ്കാരം. സാറിന്റെ സ്പീച്ച് ഞാൻ കുറെ കേട്ടു. സാർ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൃഷികള്, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എല്ലാം വേണം. അത് ഞാൻ 100% യോജിക്കുന്നു. ഈ ജൈവ കീടനാശിനി എന്ന് പറഞ്ഞ ഒരെണ്ണം ഇല്ല സാർ, ഇല്ല. ജൈവ കീടനാശിനി എന്ന് പറഞ്ഞ ഒരെണ്ണം ഇല്ല. നമ്മള് നമ്മൾ നട്ടിരിക്കുന്ന ഒരു പയറാണെങ്കിലും ആ പയറിനെ എംപവർ ചെയ്യണം. ആ എംപവർ ചെയ്യാനുള്ള വിദ്യ നമ്മൾ മനസ്സിലാക്കണം. 100% ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഒരു ചെല്ലി കേറിയ തെങ്ങിനെ ഹോമിയോപ്പതിക് മെഡിസിൻ വെച്ച് അത് റീജുവനേറ്റ് ചെയ്ത് അതിൻ്റെ കൂമ്പ് മേപ്പോട്ട് വന്ന കേസ് എൻ്റെ പുരയിടത്തിലുണ്ട്, എൻ്റെ കൃഷിത്തടത്തിലുണ്ട്. കംപ്ലീറ്റ് ഈ കാന്താരി എന്ന് പറയുന്ന സാധനം, ഒരു സൈസ് ചെറിയ സാധനം, അത് തിന്നിട്ട് ഹോമിയോപ്പതിക് മെഡിസിൻ വെച്ച് റിവൈവ് ചെയ്ത് പൂത്ത് നല്ല കൊലകൊലയായിട്ട് എൻ്റെ കാന്താരി നിൽക്കുന്നു. എൻ്റെ പയറ് ഞാൻ തോറ്റ സംഗതി ഉണ്ട് ഇതിനകത്ത്. പക്ഷേ എന്നാൽ ഈ കൂമ്പ് ചീയൽ എന്ന് പറയുന്ന രോഗം നമ്മൾ അഗ്രികൾച്ചറൽ ഓഫീസിൽ ചെന്ന് ചോദിച്ചാൽ അവർ കുറെ വിഷം പറഞ്ഞു തരും. ആദ്യകാലങ്ങളിൽ ഞാൻ ഈ വിഷം ഉപയോഗിച്ചിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് മണ്ടത്തരമാണ്. ആ കൂമ്പ് ചീയലിന് വന്ന തെങ്ങിന് രണ്ടാമത് കൂമ്പ് വന്നത് ആര് വന്നാലും ഞാനത് കാണിച്ചു കൊടുക്കും. എങ്ങനാ? ഒൺലി ബൈ ഹോമിയോപ്പതിക് മെഡിസിൻ. അഗ്രികൾച്ചർ ഓഫീസർ വന്നപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു കൊടുത്ത്, കണ്ടോ ഇത്. അപ്പൊ അവർ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഡോക്ടർ ചെയ്തത് ശരിയാണ്. ഇത് ഞങ്ങളിപ്പം ഞങ്ങളുടെ നേരിൽ കണ്ടു. വെട്ടിക്കളയാൻ പറഞ്ഞ തെങ്ങ് ഞാൻ റിവൈവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല? അപ്പൊ അവർ പറഞ്ഞ ഉത്തരവ് എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ ശാസ്ത്രം അതിന് അനുവദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ശാസ്ത്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ്
എ ഡിസ്ട്രക്റ്റീവ് സയൻസ്, നോട്ട് എ ക്രിയേറ്റീവ് സയൻസ്. അത് മാറി വരണം. അത് മാറി വന്നെങ്കിൽ മാത്രമേ ഈ കർഷകന് രക്ഷയുള്ളൂ, ഈ നാടിന് രക്ഷയുള്ളൂ, ഈ രാജ്യത്തിന് രക്ഷയുള്ളൂ. അപ്പൊ അതിന് ഇടേണ്ട വളങ്ങള് നമ്മള് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആന്റി സോഷ്യൽ. ചില സമയത്ത്, എല്ലാ സമയത്തും അല്ല, ചില സമയത്ത് അവർ ആന്റി സോഷ്യലായിട്ട് നിൽക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് ധാരാളം കാര്യങ്ങളുണ്ട്. അതോടെ പോട്ടെ, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഇത് റിവൈവ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ സാറിനെ ബോധ്യപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മുടെ സമയമാകാറായി. നമ്മുടെ നാട്ടിലുണ്ടല്ലോ സാർ, പശുക്കൾ നട്ടെല്ലാണ്, കൃഷിക്കാരൻ്റെ നട്ടെല്ലാണ്. ഓരോ കൃഷിത്തടങ്ങളിലും ഓരോ ഫാം വേണം, ഫാം ഉണ്ടായിരിക്കണം. ഓരോ കൃഷിത്തടങ്ങളിലും പുൽകൃഷി വേണം. ഈ പുല്ല് വേണം ഈ പശുക്കൾക്ക് കൊടുക്കാൻ. എന്നാലേ ശുദ്ധമായ പാല് കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ ഓക്കെ പോലുള്ള സാധനങ്ങളൊന്നും കൊടുത്താൽ ശുദ്ധമായ പാല് കിട്ടത്തില്ല. ഇത് കർഷകരെ ബോധവൽക്കരിക്കുകയും അവർക്കതിനെ പ്രോത്സാഹനം കൊടുക്കുകയും വേണം. അതാണ് ചെയ്യേണ്ടത്. സാറിനെ പോലുള്ള ആൾക്കാർ ഇത് ഞാനീ പറയുന്നത് ഈ ഹോമിയോപ്പതിക് മെഡിസിൻ കൊണ്ട് റിവൈവ് ചെയ്യാം, അതിന് യാതൊരു സംശയമില്ല. സാറിന് സംശയമുണ്ട് എങ്കിൽ ഒരു ആസാദിച്ചെറിയാൻ എന്ന് പറയുന്ന 80 വയസ്സായ ഒരു വയോധികനുണ്ട്. മലപ്പുറത്തോ മറ്റാണ് അദ്ദേഹത്തിന്റെ വീട്. ഞാൻ അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അദ്ദേഹം ചില മരുന്നുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മാർക്കറ്റ് ചെയ്യുന്നുമുണ്ട്. അത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ചില മരുന്നുകൾ അദ്ദേഹം ഫ്രീ ആയിട്ട് എനിക്ക് തരും. യു ട്രൈ ഇറ്റ് എന്നും പറഞ്ഞു. വണ്ടർഫുൾ ഇഫക്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളിപ്പോൾ ഹോമിയോപ്പതിക് ഫാറമാണല്ലോ ഇത്. അതുകൊണ്ട് ഇത് ഹോമിയോപ്പതിക് മെഡിസിൻ can be used for plants, animals and മനുഷ്യർക്കും അവർക്കും അത് ഉപയോഗിച്ച് വൈറ്റൽ ഫോഴ്സ് റിവൈവ് ചെയ്ത് പ്രതിരോധ ശക്തി ഉണ്ടാക്കി ഈ കീടങ്ങളെ അകറ്റാവുന്നതാണ്. എനിക്ക് ഇത്രമേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. ഇത് ഒരു വലിയ ഇൻഫർമേഷൻ ആണ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഏതായാലും ഹോമിയോപ്പതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഇത് കൃഷിക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. വളരെ സന്തോഷം. ഇനി ഞാനും ഇത് തന്നെ പറയാം. അപ്പൊ അങ്ങനെ നിന്ന് പഠിച്ചൊരു കാര്യം ഇനി ഞാനിത് 10 സ്ഥലത്ത് ഞാനും പറയും. അപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. നല്ലൊരു കാര്യമാണ്. വേറെ പരിപാടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ ഞങ്ങൾ ചെയ്യുന്ന വേറെ പരിപാടികളൊക്കെ ഉണ്ട് ഓർഗാനിക്കായിട്ട് ചെയ്യാനായിട്ട്. അതിപ്പോ ഇനിയിപ്പോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓർഗാനിക്കായിട്ട് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. ഹോമിയോ കൂടെ ചെയ്യാൻ പറ്റിയാൽ അത് വലിയ സംഗതിയാണ്. സാറത് പ്രൂവ് ചെയ്തല്ലോ. അപ്പോ അത് നല്ല ഇൻഫർമേഷൻ തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ 1500-ാം ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം കഴിഞ്ഞ 4 ദിവസമായിട്ടും ഈ ഒരു വിഷയത്തിലാണ് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ക്ലാസ്സുകൾ നടക്കുന്നത്. അതായത് ഹോമിയോപ്പതി മനുഷ്യർക്കും മൃഗങ്ങൾക്കും ചെടികൾക്കും ഈ ഒരു വിഷയത്തിൽ പല രാജ്യങ്ങളിൽ നിന്ന് തന്നെയുള്ള ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട്. നന്ദി സാറേ. ഇന്ന് നമുക്ക് വിജയ് സാറിന് നന്ദി പറയുന്നതിന് ജയലളിത ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ജയലളിത ഡോക്ടറെ. സാറിന്റെ ഒരു ക്ലാസ് എക്കോസിസ്റ്റം എങ്ങനെ നിലനിർത്താന്നും കൃഷിയിലൂടെ നിലനിർത്താന്നുള്ളത് സാറ് തന്ന വലിയൊരു ഇൻഫർമേഷൻ ആണ്. എന്തായാലും എല്ലാവർക്കും അത് ഉപകാരപ്രദമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിഹരൻ സാറ് പറഞ്ഞ കാര്യം സാർ അംഗീകരിച്ചതിലും സന്തോഷം തോന്നുന്നുണ്ട്. മൃഗങ്ങളിലും ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്യാറുണ്ട്. മൃഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ തന്നെ ഞങ്ങളുടെ IAPH-ലും ഉണ്ട്, ക്ലാസ് എടുക്കാറുണ്ട് ആ സാറ് വന്നിട്ട്. എന്തായാലും വിജയ് സാർ എടുത്ത ക്ലാസ് ഒരുപാട് നന്ദി. സാറ് ഇനിയും ഇതുപോലെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് വരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. എൻ്റെ പേരിലും ഈ IAPH-ന്റെ പേരിലും ഇവിടെ ഉള്ള ഹോമിയോപ്പതി സ്നേഹികളുടെ പേരിലും സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. വീണ്ടും വരണം.
ഡോക്ടറെ എനിക്ക് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. സർ. സാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് വായിച്ചു കാണും, നമ്മുടെ ഈ നാട്ടിലെ ഈ പിന്നെ താറാവുകൾക്ക് രോഗം വന്ന് ഒത്തിരി താറാവുകളെ കൊല്ലുന്നുണ്ട്. ആയിരക്കണക്കിന് താറാവുകൾ. ഇതെന്ത് നിയമമാ സാറേ ഇത്? ഇതെന്ത് നിയമമാ? ഒരു രോഗം വന്നു എന്ന് വിചാരിച്ച് അത് കൊല്ലുകയാണോ വേണ്ടത്? എന്തുകൊണ്ട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഈ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല? എന്നിട്ട് ഇതുങ്ങളെ ഓരോ വർഷത്തിലും ആയിരക്കണക്കിന് താറാവുകളെ കൊല്ലുകയാണ്, പക്ഷികളെ കൊല്ലുകയാണ്. എന്നിട്ട് ഇതെന്ത് റിസർച്ച് ഇവർ നടത്തുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. സാർ ഇത് ഹൈലൈറ്റ് ചെയ്യണം. ഇപ്പോൾ രോഗം വന്നാൽ കൊല്ലുകയല്ല പ്രതിവിധി. രോഗം വന്നാൽ അത് കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ പ്രതിവിധി. ഇതിനെപ്പറ്റി സാറ് എടുക്കുന്ന ക്ലാസ്സുകളിലും എവിടെ ഫോറത്തിലും ഒക്കെ പറയണം. വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി ഇൻ കേരള. ഒന്ന് കുഴിച്ചു മൂടി ചുട്ടരിക്കുക. എന്ത് നയമായത്? ഓക്കെ സാർ. എന്തായാലും ഇന്നത്തെ ഈ നമ്മുടെ 1497 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയാക്കിയ ഡോക്ടർ VS വിജയൻ സാറിന് വളരെ സ്നേഹത്തോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. സാറ് നല്ല അറിവാണ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾ ഇത്രയും ഓക്സിജൻ ഒരു ദിവസം എടുക്കുന്നെന്ന് സാറ് ഞങ്ങൾ ഡോക്ടർമാരാണെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് അതിന്റെ വില മനസ്സിലാക്കുന്നത്. ഇത്രയും വിലയുള്ളൊരു സാധനം ഞങ്ങൾ ദിവസവും ഉപയോഗിക്കുന്നു എന്നുള്ളത്. സാർ ഇനിയും പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും ഈ ഫോറത്തിൽ എത്തണം. അതുപോലെ ഹരിഹരൻ സാറിനും പ്രത്യേകം ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഞാൻ ഓർത്തത് സാർ ഇത് അറിയുന്നുണ്ടോ എന്നുള്ളതായിരുന്നു, ഹോമിയോപ്പതി ഇതിനെല്ലാം പറ്റുമെന്നുള്ളത്. പക്ഷെ ഹരിഹരൻ സാറ് ആ ഒരു വിഷയം എടുത്തു പറയുകയും സാറിന്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയും ചെയ്തതിന് ഹരിഹരൻ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ജയലളിത ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1500-ാം ദിന ആഘോഷത്തിന്റെ 4ാം ദിവസത്തെ ഏകാരോഗ്യം എന്ന ഈ ചർച്ചയിൽ നല്ല രീതിയിൽ നമുക്ക് സമാപിക്കാൻ സാധിക്കുന്നു. ഇന്ന് ഈ സൂം വെബിനാർ ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. സാർ എത്രയും വേഗം വീണ്ടും വരണം. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിൽ അതിൻ്റെ ഭാരവാഹികളുടെ നന്ദി, ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടെ വന്നതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഹരിഹരൻ സാറ് പറഞ്ഞ ഹോമിയോ മെഡിസിൻ യൂസസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ അറിവിനെ അത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനി പലരിലും എത്തും. ഞാൻ കാരണം പ്രസംഗിക്കൽ എൻ്റെ ഒരു തൊഴിലാണ്. അപ്പൊ ഞാനത് പല സ്ഥലത്തും പറയും. ഓക്കെ, താങ്ക് യു. നന്ദി സാറേ, നന്ദി.